ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. അപ്പോൾ ഈ പ്രൊഫൈല് നമ്മൾ പ്രൊഫൈലിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ സീ മോർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പൊ ഈ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ടാണ് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേജുകളെല്ലാം നമുക്ക് എന്താ ഒരു ബിസിനസ് പർപ്പസിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ ബിസിനസ്സിനാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ലോഗോ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ്, നമ്മുടെ ബിസിനസ് എന്താണ്, എന്തൊക്കെ സർവീസ് ആണ് കൊടുക്കുന്നത്, അപ്പം അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്ലാൻഡ് ആയിരിക്കണം. അപ്പോൾ പേജസ് ക്ലിക്ക് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ന്യൂ പേജ് ഓർ പ്രൊഫൈൽ എന്നൊരു ന്യൂ പ്രൊഫൈൽ ഓർ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇപ്പൊ ഇവിടുന്ന് തന്നെ നമുക്കൊരു പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു പബ്ലിക് പേജ് ആണ്. അപ്പം ഞാൻ പബ്ലിക് പേജ് സെലക്ട് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. കാരണം വളരെ ഫ്രീക്വന്റ് ആയിട്ട് മെറ്റേക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇതേ ഇന്റർഫേസ് ആയിരിക്കണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ നേരത്തെ കാണിച്ച പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ പലർക്കും പല ബ്രൗസേഴ്സിലും പല പല അപ്ഡേറ്റ്സുകൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ പാനിക് ആവണ്ട. അപ്പൊ നിങ്ങൾക്ക് പഴയ അപ്ഡേറ്റ്സ് ആണെങ്കിൽ നേരെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്രിയേറ്റ് പേജ് കൊടുക്കുമ്പോൾ ഈ ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു പേജിന്റെ നെയിം കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളെ ബിസിനസ് എന്താണോ നമുക്ക് ആ ബിസിനസ് നെയിം തന്നെ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആണ്, ഒരു സെലിബ്രിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഒരു പബ്ലിക് നെയിം തന്നെ നമുക്ക് അവിടെ കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു ക്രാഫ്റ്റ് മീഡിയ എന്ന ഒരു, ഇതാണ് എന്റെ ബിസിനസ് നെയിം. ഞാൻ ബിസിനസ് നെയിം കൊടുത്തു. കാറ്റഗറി എന്താണ്, ഞാൻ ഈ ഒരു ബിസിനസ് വഴി സെല് ചെയ്യുന്നത് കുറച്ച് വുഡ് പ്രോഡക്ട്സ് ആണ്, മീൻസ് വുഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഞാൻ വുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്യാണ്. അപ്പോ ഫർണിച്ചർ സ്റ്റോർ ഉണ്ട്, ഹോം ഡെക്കോർ ഉണ്ട്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്ന അതേ കാറ്റഗറി കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ ബിസിനസ്സുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള, വളരെ നിയർലി മാച്ചിങ് ആയിട്ടുള്ള ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഹോം ഡെക്കോർ, കാരണം ഡെക്കോറിന് ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ് ആണ് ഞാൻ നിർമ്മിക്കുന്നത്. അപ്പൊ ഞാൻ ഹോം ഡെക്കോർ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ കാറ്റഗറീസ് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഫർണിച്ചർ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ കൊടുത്തു. അതിനുശേഷം ബയോ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബിസിനസ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാണ് വി ആർ സെല്ലിംഗ് ഹോം ഡെക്കോർ വുഡൻ ടൂൾസ്, ജസ്റ്റ് ടൂൾസ് അല്ലെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ സ്പേസ് യൂട്ടിലിറ്റി ഫർണിച്ചേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വളരെ ലിമിറ്റഡ് ടൈമിലായതുകൊണ്ട് ഒരു 1 to 2 ലൈനെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ഇപ്പം പ്രോഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, അപ്പം അത് ആളുകൾ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുക, ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ ഒരാൾ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പം ആ സെർച്ച് ഇപ്പം വുഡൻ ഹോം ഡെക്കോർ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ അതിനൊക്കെ ഇതിനൊക്കെ സ്പേസ് യൂട്ടിലിറ്റി ഫർണിച്ചേഴ്സ് എന്നൊക്കെ സാധാരണ ആളുകൾ സെർച്ച് ചെയ്യുന്ന വാക്കുകളാണ്. അതിനെ കീവേഡ് സെർച്ച് ടൈംസുകൾ, കീവേഡ്സ് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള സെർച്ച് ടൈംസോ കീവേഡ്സ് ഒക്കെ തന്നെ നമ്മൾ ബയോയിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം അത് നമ്മുടെ പേജിന്റെ ഒരു SEO, ഓർഗാനിക് SEO പർപ്പസിന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതിനുശേഷം ക്രിയേറ്റ് പേജ് കൊടുത്തു. ഓക്കെ, എന്റെ പേജ് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ബിസിനസ് വെബ്സൈറ്റ് ആണ്. നമുക്കൊരു ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബിസിനസ് കോൺടാക്ട് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, ലൊക്കേഷൻ, പിന്നെ നമ്മൾ വർക്കിംഗ് അവേഴ്സ്. ഇപ്പൊ നമ്മൾ എല്ലാ ടൈമും വർക്കിംഗ് ആണെങ്കിൽ ആൾവേസ് ഓപ്പൺ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സെലക്ടഡ് അവേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏതൊക്കെ അവേഴ്സ് ആണെന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ, മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ ടു സൺഡേ ഏതൊക്കെ ടൈം പീരീഡിലാണ് ഓപ്പണിംഗ് ക്ലോസിംഗ് എന്ന് വെച്ചാൽ അത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ഓപ്പണിംഗ് അവേഴ്സും കൊടുക്കാം. ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല, ഞാനിപ്പോ സ്കിപ്പ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം അവർ ചോദിക്കുന്നതാണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചേഴ്സും അതേപോലെ തന്നെ കവർ ഫോട്ടോ. ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിന് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മുടെ ബിസിനസ് ലോഗോ, അല്ലെങ്കിൽ ബിസിനസിന്റെ ലോഗോ നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് കൊടുക്കാം. അതിനൊക്കെയാണ് കവർ ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു ഓവർവ്യൂ തന്നെയാണ്. ഒരാൾ നമ്മുടെ പേജിൽ വരുമ്പോൾ നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് തന്നെ ഒരു
ഇമേജ് റെപ്രസെന്റേഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ബിസിനസ്സിന് ഒരു ഓവർവ്യൂ കൊടുക്കാൻ പറ്റിയൊരു എന്താ പറയുക ഒരു എലമെന്റ് ആണ് കവർ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കവർ ഫോട്ടോയിൽ നമ്മുടെ ലോഗോ കൊടുക്കാം, നമ്മുടെ ബേസിക് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സർവീസുകളോ പ്രോഡക്റ്റോ എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്ന എന്തെങ്കിലും ഓഫേഴ്സോ അതിനൊക്കെ സ്പെഷ്യൽ ഇവന്റുകളോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഇപ്പം ചിലർ ഫ്രീക്വന്റ് ആയിട്ട് കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇവന്റ്സുകളും ഈ പറയുന്ന ഓഫേഴ്സ് ഒക്കെ വരുന്നതനുസരിച്ച് ഫ്രീക്വന്റ്ലി കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ ബ്രാൻഡ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർ ഫ്രീക്വന്റ്ലി കവർ ഫോട്ടോസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവന്റും ഈ പറയുന്ന ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ട് കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഒരു ഓവർവ്യൂ ഇപ്പൊ നമ്മുടെ ബിസിനസിനെ കുറിച്ച് ഇപ്പോൾ ഒരാൾ വന്ന് നോക്കുമ്പോൾ അവർക്ക് ഇപ്പൊ എന്താണ് ഒരു നമ്മുടെ ബിസിനസിനെ കറണ്ട് ആയിട്ട് ഒരു ഓവർവ്യൂ കിട്ടേണ്ടത്, അത് നമുക്ക് ഈ പറയുന്ന കവർ ഫോട്ടോ ഡിസൈൻ ചെയ്ത് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ആഡ് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്ന് പറയുന്നത് നമ്മുടെ പേജ് ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. ഈ ബട്ടൺ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ബട്ടൺ ആണ്. ഒരാൾ നമ്മുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്നു, നമ്മുടെ പോസ്റ്റോ വീഡിയോ കണ്ടത് ഒരാൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് അയാൾക്ക് ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അയാൾക്ക് നേരെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള പെട്ടെന്ന് നമ്മളായിട്ടൊരു ഇനിഷ്യൽ കോൺടാക്ട് നടത്താനുള്ള ഒരു ബട്ടണാണ് ഈ പറയുന്ന ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം, നമ്മുടെ മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസ് ആയ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ഈ പറയുന്ന വാട്സപ്പ്, അതേപോലെ ഏതെങ്കിലും മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസിന്റെ ബട്ടൺസ് കൊടുക്കാം, അല്ലെങ്കിൽ കോൾ ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലൊക്കേഷൻ കൊടുക്കാം. അങ്ങനെ ഇപ്പൊ ആദ്യം അവിടെ നമ്മൾ തീരുമാനിക്കുന്നത് ഒരാൾ നമ്മുടെ പേജ് കണ്ടിട്ട് ഏറ്റവും ആദ്യം എന്ത് ഡിസിഷൻ എടുക്കണം, അയാൾ എങ്ങനെയായിരിക്കണം ഏറ്റവും ആദ്യം നമ്മളോട്ട് റീച്ച് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതോ അതനുസരിച്ചിട്ട് നമുക്ക് ബട്ടൺസ് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ബട്ടൺ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുത്താലും മതി. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു വാട്സപ്പ് ബിസിനസ് നമ്പർ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാട്സപ്പ് ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലൊരു വാട്സപ്പ് ബിസിനസ് നമ്മുടെ പേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതും സ്കിപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു വാട്സപ്പ് ബിസിനസ് വേണം. കാരണം നമ്മൾ ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്കൊക്കെ എൻക്വയറി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ പേജുമായിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ബിസിനസ് നമ്പർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രൊഫൈലിൽ വന്നിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ബേസിക് ആയിട്ട് നമുക്ക് പേജിലെ ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ചോദിച്ചേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫ്രണ്ട് സർക്കിൾ ഉള്ളവരൊക്കെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് പോവാം. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനാണ്. അപ്പൊ അതും ഡൺ കൊടുത്തു.